യുദ്ധത്തിന്റെ 7ാം നാളിലും മധ്യപൂർവേഷ്യയിൽ സമാധാനം അകലെയാണ്. സൈനിക നടപടിയുടെ അടുത്ത ഘട്ടം തുടങ്ങിയെന്ന് ഇസ്രയേലും യുദ്ധം ഇനിയും 8 ആഴ്ച നീളുമെന്ന് അമേരിക്കയും പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ കരസേനയെ നേരിടാൻ കാത്തിരിക്കുന്നുവെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ശേഷം അടുത്ത ലക്ഷ്യം ക്യൂബ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. യുദ്ധം വിതച്ച വേദനകൾക്കതിരില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നടപടിക്ക് പിന്നാലെ മധ്യപൂർവേഷ്യയെ ഉലച്ച സംഘർഷങ്ങളിൽ ഇറാനിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് 200ഓളം കുഞ്ഞുങ്ങൾക്ക്. സൈനിക നടപടി നീളുമെന്നാണ് അമേരിക്കയും ഇസ്രയേലും നൽകുന്ന മുന്നറിയിപ്പ്. ഇറാനിലെ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നെന്നും പുതിയ സർപ്രൈസുകളുണ്ടെന്നും ഇസ്രയേൽ പ്രതിരോധ സേന ഭീഷണി മുഴക്കി. നീണ്ട യുദ്ധത്തിന് തയ്യാറെന്നും മാരകായുധങ്ങളെ നേരിടാൻ സജ്ജമാണ് എന്നുമാണ് ഇറാൻ IRGCയുടെ മറുപടി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കനത്ത ആക്രമണമാണ് ഇന്നുണ്ടായത്. ഇറാന്റെ പ്രത്യാക്രമണ ശേഷി 90% കുറഞ്ഞെന്നാണ് പെന്റഗൺ വാദം. അതിനിടെ മിനാബിൽ 165 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത സ്കൂൾ ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക തന്നെയെന്നാണ് US സേനയുടെ പ്രാഥമിക നിഗമനം. സമീപത്തെ IRGCയുടെ നാവിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിലാണ് സ്കൂൾ തകർന്നതെന്നാണ് അനൌദ്യോഗിക വിവരം. തലസ്ഥാനമായ ബെയ്റൂത്ത് ഉൾപ്പെടെ തെക്കൻ ലെബനോണിലും ഇസ്രയേൽ സേന കനത്ത ആക്രമണം തുടരുകയാണ്. ഗോലാൻ കുന്നുകളിലെ ഇസ്രയേൽ സൈനിക ക്യാമ്പും ഹൈഫയിലെ നാവിക കേന്ദ്രവും ആക്രമിച്ചെന്ന് ഹെസ്ബുള്ള അവകാശപ്പെട്ടു. അതേസമയം ഇറാന് ശേഷം ക്യൂബയാണ് അടുത്ത ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.